ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സ് പബ്ലിക്കേഷൻ വിഭാഗം മേധാവി AV ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് റിപ്പോർട്ട് നൽകും. AV ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നും പോലീസ് കോടതിയെ അറിയിക്കും. കേസെടുത്തതിന് പിന്നാലെ ശ്രീകുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ജാമ്യാപേക്ഷയിൽ നിലപാട് അറിയിക്കാൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു. കോട്ടയം ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിനമായിരുന്നു രാഷ്ട്രീയ ബോംബായി EP-യുടെ ആത്മകഥാഭാഗങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത്. ഇത് തന്റെ ആത്മകഥയല്ലെന്ന് EP പരസ്യ നിലപാടെടുത്തതോടെ വിവാദം മുറുകി. EP-യുടെ പരാതിയിൽ കോട്ടയം SP നടത്തിയ അന്വേഷണത്തിലാണ് ആത്മകഥാഭാഗം ചോർന്നത് DC ബുക്സിൽ നിന്നാണെന്ന് കണ്ടെത്തിയത്. DC ബുക്സിന്റെ പ്രസിദ്ധീകരണ വിഭാഗം മേധാവിയായിരുന്ന AV ശ്രീകുമാർ ആത്മകഥാഭാഗങ്ങൾ ചോർത്തിയെന്നാണ് DGPക്ക് നൽകിയ പോലീസ് റിപ്പോർട്ട്. EP ജയരാജനും DC ബുക്സും തമ്മിൽ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിൽ രേഖാമൂലമുള്ള കരാർ കണ്ടെത്താനായില്ലെന്നും പോലീസ് പറയുന്നു. ചോർന്നത് DC-യിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തുമ്പോഴും ഈ കഥാഭാഗങ്ങൾ എങ്ങനെ DC-യിലെത്തി എന്നതിൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. കരാറില്ലാതെ EP-യുമായി വാക്കാലുള്ള ധാരണയുടെ പുറത്ത് ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചെന്നായിരുന്നു DC ബുക്സ് വിവാദ സമയത്ത് അനൌദ്യോഗികമായി പറഞ്ഞിരുന്നത്. ആ വാദം ശരിവെക്കും വിധമാണ് പോലീസ് കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.